എപ്പോഴും മനസ്സിലാക്കണം, പിതാവ് എവിടെയായിരിക്കുന്നത്? പിതാവ് സ്വർഗത്തിലാണ്. പുത്രൻ എവിടെയായിരിക്കുന്നത്? പുത്രൻ സ്വർഗത്തിലാണ്. ഭൂമിയിൽ നിന്നുള്ളത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഞാൻ പരിശുദ്ധാത്മാവാണേ എന്ന് പറഞ്ഞല്ല പരിശുദ്ധാത്മാവ് വരുന്നത്. പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾ ഇടപെടുമ്പോൾ പരിശുദ്ധാത്മാവ് എപ്പോഴും യേശുവിനെ കാണിച്ചു തരും, എപ്പോഴും പിതാവിനെ കാണിച്ചു തരും, സ്വയം കാണിക്കാതെ ഇരിക്കും. പരിശുദ്ധാത്മാവ് ഒരിക്കലും സ്വയം ഉയർത്തത്തില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യത്തില്ല. പരിശുദ്ധാത്മാവിന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, യേശു. പരിശുദ്ധാത്മാവിന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, പിതാവിൻ്റെ സ്നേഹം. പരിശുദ്ധാത്മാവിന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, പുത്രന്റെ കൃപ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ പരിശുദ്ധാത്മാവുണ്ടല്ലോ, എല്ലാം മറന്ന് പിതാവിനെയും പുത്രനെയും ഉയർത്തുന്ന ഈ പരിശുദ്ധാത്മാവ് അവനെ വിഷമിപ്പിക്കുന്ന ഒരുത്തനോട് ക്ഷമിക്കത്തില്ല. നോക്കി, അവർ തമ്മിലുള്ള സ്നേഹമാണ്. പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും വെളിപ്പെടുത്തുമ്പോൾ പിതാവും പുത്രനും പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ വിഷമിപ്പിക്കുന്നതിനെ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം മുന്നറിയിപ്പ് തരുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്.